Hello everyone, welcome to Science Tech. Today we are going to discuss some questions for the LET examination. Okay, ഇപ്പോൾ LET examination multiple choice questions ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ഡിസ്കഷൻ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when 10 resistors each of 47 ohm are connected in parallel, the net resistance of the combination is dash ohms. Okay, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? There are 10 resistors അല്ലേ, 10 resistors connected in parallel and each of 47 ohm. ഓരോ റെസിസ്റ്റേഴ്സും എത്ര ഓം ആണ്? 47 ഓം. അപ്പോൾ ഇവിടെ ഹിയർ ദർ ആർ 10 നമ്പേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം എന്നിൻ്റെ വാല്യൂ 10 ആണ്. ദെൻ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് ഓഫ് വാല്യൂ 47 ഓം. ഓരോ റെസിസ്റ്ററും എത്ര ഓമാണ്? 47 ഓമിലാണ് ഉള്ളത്. എന്നിട്ട് ഇത് പാരലാക്കി കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പാരലൽ കണക്ഷൻ നമുക്കറിയാം. ടോട്ടൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ എങ്ങനെയാണ്? 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര അപ് ടു 1/Rn അല്ലേ. ഇതാണ് നമ്മളുടെ പാരലൽ കണക്ഷൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. പക്ഷേ ഈ 10 റെസിസ്റ്റൻസിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ദർ വിൽ ബി ടൈം കൺസ്യൂമിങ് അല്ലേ. ഒരുപാട് ടൈം നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. സോ ദർ ഈസ് ആൻ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്. ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡ്സ് ഉണ്ട്. അതായത് സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു എത്രയാണോ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടോ ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് വാല്യൂ. എന്താണ് ആ റെസിസ്റ്റൻസ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഏത് കേസിലാണ്? സീരീസ് കണക്ഷൻ്റെ കേസിൽ. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ ആകുമ്പോൾ ആർ ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോളാം. ഹിയർ ദി ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ in case of series, and in case of parallel it is equal to R total is equal to R divided by N, where R is the resistance, in ohm and N is the number of resistances. Okay, എത്ര റെസിസ്റ്റൻസസ് ഉണ്ട് എന്നുള്ളതാണ് N ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഹിയർ ദ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞേക്കുന്നത്? N is equal to 10 ohm, N is equal to 10 and R is equal to 47 ohm. So here answer will be equal to, answer എന്ത് വരും? Here R total or the equivalent value or the net value is equal to R divided by N അല്ലേ. കാര്യം എന്താ? പാരലൽ കണക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? R by N. Here R is equal to 47 and N is equal to 10. So the equivalent value is equal to 4.7 ohms. Okay, so here the correct answer is option D, 4.7. Clear? Now the next question. If a number of resistances are connected in parallel, the effective resistance will be option A, sum of the individual resistance, option B, sum of the reciprocal of individual resistance, option C, higher than the largest resistance in the circuit, less than the lowest resistance in the circuit. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? We know that in case of parallel connection, the total resistance is equal to 1 by R അല്ലേ. R ടോട്ടലിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് എങ്ങനെയാണ്? 1 by R total is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus etc. up to 1 by
ആർ എൻ. എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ കിട്ടും. ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല അവിടെ കിട്ടുന്നത്, റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ, 1 ടോട്ടൽ ആണ് അല്ലേ. അപ്പോൾ ദ റെസിപ്രോക്കൽ ഓഫ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസാണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി അല്ലാന്ന് ക്ലിയർ ആയി അവിടുന്ന് അല്ലേ. കാര്യം എന്താ, റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാമായിരുന്നു. ഹിയർ ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ കറക്റ്റ് അല്ല. ഇനി ഓപ്ഷൻ എ എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്, അതുമല്ല. അതെവിടെ വരത്തുള്ളൂ, സീരീസ് കണക്ഷനിലാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഹയർ ദാൻ ദി ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്, അതുമല്ല. അതും എവിടെ വരത്തുള്ളൂ, സീരീസ് കണക്ഷനിൽ അല്ലേ. നമുക്ക് സീരീസ് കണക്ഷനിലെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ. ഫോർ എ സീരീസ് കണക്ഷൻ ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഹയസ്റ്റ് റെസിസ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് സർക്യൂട്ട്. അപ്പോൾ ഓപ്ഷൻ സി എവിടെ വരെയുള്ളൂ, സീരീസ് കണക്ഷനിൽ. ദെൻ ഓപ്ഷൻ ഡി എന്താണ്, the effective resistance will be less than the lowest resistance in the circuit. അത് കറക്റ്റ് ആണ് അല്ലേ. For a parallel connection we know that the reciprocal of the total resistance is equal to sum of reciprocal of individual resistance and also the effective resistance is less than the മിനിമം റെസിസ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് സർക്യൂട്ട്. അതായത് ആ ഒരു സർക്യൂട്ടിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണോ അതിലും ചെറിയ വാല്യൂ ആയിരിക്കും നമ്മളുടെ ടോട്ടൽ റെസിസ്റ്റൻസ്. എവിടെ, പാരലൽ കണക്ഷനിൽ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ. അപ്പോൾ in case of a parallel connection the effective resistance will be always less than the lowest resistance present in the circuit. Now the next question, if area of cross section of a wire with a given length is doubled its resistance will be. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്തു, ലെങ്ത് എന്താണോ അത് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഒരു ഫോർമുല അറിയാം അല്ലേ. വി നോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ, ഓർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, where L is the length of the wire and A is the area of cross section of the wire. ഓക്കെ ആണല്ലോ. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ഡബിൾ ചെയ്യുകയാണ്, ലെങ്ത് സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, ആദ്യം ഇതിൻ്റെ റെസിസ്റ്റൻസ് റോ എൽ ബൈ എ എന്ന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആയിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ചെയ്തു, സോ 2a ആയിട്ട് മാറി. ഗിവൺ ലെങ്ത്, അപ്പം ലെങ്ത് അവിടെ എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഹിയർ ഇത് ഇനിഷ്യൽ വാല്യൂ, ദെൻ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് വാല്യൂൻ്റെ ഹാഫ് ആയിട്ട് മാറി അല്ലേ. R2 ഇസ് ഈക്വൽ ടു R1/2 അല്ലേ. കാര്യം R1ഉം R2ഉം കൂടെ കമ്പയർ ചെയ്തപ്പോൾ ആകെ ചേഞ്ച് വന്നേക്കുന്നത് ആരാണ്, 2 വെച്ചിട്ട് ഡിവിഷൻ വന്നിട്ടുണ്ട് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ് ഓഫ് ദി ഇനിഷ്യൽ റെസിസ്റ്റൻസ് അല്ലേ. ചേഞ്ച് ചെയ്ത റെസിസ്റ്റൻസ് എത്രയായി, ഹാഫ് ഓഫ് ദ ഇനിഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. സോ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് കേസ് ദ ഓപ്ഷൻ ബി ഈസ് ദി
കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ? Now the next question. Which of the following does not depend on the resistance of the conductor? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇതിൽ ആരാണ്? ഓക്കെ, നമുക്ക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. We know that the resistance is dependent on the length of conductor, then area of cross section of conductor, then type of material used, then the temperature. അല്ലേ, ഇതിനെല്ലാം ആര് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഈ ഓപ്ഷൻസ് നോക്കിക്കേ. ഇതിൽ ലെങ്ത് എങ്ങനെയാണ്? ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ലെങ്ത് റെസിസ്റ്റൻസ് തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ വോൾട്ടേജ്, റെസിസ്റ്റൻസും വോൾട്ടേജും തമ്മിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ തമ്മിൽ ബന്ധമൊന്നും ഇല്ല. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് ഒന്നുകിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ആണ് അല്ലേ. അവർ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. കണ്ടക്ടേഴ്സിൽ വരുമ്പോഴോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടറും തമ്മിൽ എന്തുണ്ട്? ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അല്ലേ. അവർ തമ്മിലൊരു ഡിപ്പെൻഡൻറ്റ് ഫിനോമിനൻ ഉണ്ട്. ആര് തമ്മിലാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? വോൾട്ടേജ്. സോ ഹിയർ ദി ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, now the next question. In a parallel combination of three resistors, the total resistance of the circuit is. അതായത് ഒരു പാരലൽ കണക്ഷൻ ആണ്. 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുക. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ഫസ്റ്റ് റെസിസ്റ്റർ, ദെൻ സെക്കൻഡ് റെസിസ്റ്റർ ആൻഡ് തേർഡ് റെസിസ്റ്റേഴ്സ്. ഈ 3 റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ്. വി നോ ദാറ്റ് ഫോർ എ പാരലൽ കണക്ഷൻ ആർ ടോട്ടൽ, ഇപ്പോൾ 2 റെസിസ്റ്റേഴ്സേ ഉള്ളെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർ ടോട്ടൽ ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടും അല്ലേ. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ദാ ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും ചേഞ്ച് ഉണ്ടാവുക? ഹിയർ ദർ വിൽ ബി അനദർ റെസിസ്റ്റൻസ് R3 ആൻഡ് ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? ഡിനോമിനേറ്ററിൽ ഓരോ ടേംസും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരും. R1 R2 പ്ലസ് R2 R3 പ്ലസ് R1 R3. സോ 3 റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫോർമുല അതാ ഈ രീതിയിൽ കിട്ടും. 2 റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ വി നോ ദാറ്റ് ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 3 റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R1 R3. So here the correct option is option D. Here R1 R2 R3 ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ ആരൊക്കെയാണ്? R1 R2 പ്ലസ് R2 R3 പ്ലസ് R1 R3. Clear? Now the next question. The SI unit of electrical energy. ഇലക്ട്രിക്കൽ എനർജീൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആൻസർ ആണ് അല്ലേ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ജൂൾ. സോ ഹിയർ ദി ആൻസർ ഈസ് ജൂൾ. ഇനി നമുക്ക് ഇതിൽ ഓരോ യൂണിറ്റ്സും ഏതിൻ്റെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പോയേക്കാം അല്ലേ. ഇതിൽ ഓപ്ഷൻ എ എന്താണ്? വാട്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ. ഓൾറെഡി അറിയാം, പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. ദെൻ വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോൾട്ടേജ് അല്ലേ. വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? നമ്മളുടെ വോൾട്ട്.
Then option C, ampere. Ampere is the unit of current. അല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഓക്കെ. Now the next question. Which of the following quantities are the same in all parts of series circuit? ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? For a series circuit, here current will remains the same. അല്ലേ? ആ ത്രൂ ഔട്ട് ദി സ്ട്രക്ചറിൽ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും. ബട്ട് ദ വോൾട്ടേജ് വിൽ ബി ഡിവൈഡഡ് അക്രോസ് ഈച്ച് ഓഫ് ദി റെസിസ്റ്റേഴ്സ്. അതായത് ഒരു സീരീസ് കണക്ഷൻ എന്താ? എൻഡ് ടു എൻഡ് കണക്ഷനാണ്. ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസിൻ്റെ എൻഡിലോട്ട് അടുത്ത റെസിസ്റ്ററിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. ഇനിയോ ഇതിലേക്ക് ഞാനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. സോ ക്ലോസ്ഡ് സർക്യൂട്ടായി. ക്ലോസ്ഡ് സർക്യൂട്ട് ആയപ്പോൾ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട്. നമുക്കറിയാം ഈ ഒരു കറണ്ട് തന്നെ ആയിരിക്കും ഇതിന് ത്രൂ ഔട്ട് ഫ്ലോ ചെയ്യുന്നത്. അല്ലേ? ഈ ഒരു സർക്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ആരാണ്? ഈ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആണ്. സോ we know that in case of a series circuit, the current will remain same throughout the circuit. First condition. Second condition എന്താണ്? ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ I into R1 എന്നൊരു ഡ്രോപ്പ് എവിടെ ഉണ്ടാവും? ഈ ഒരു R1 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, I into R1 എന്ന് പറയുന്ന ഡ്രോപ്പ്. നമുക്ക് അതിനെ V1 എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ I into R2 എന്ന് പറയുന്നൊരു ഡ്രോപ്പ് റെസിസ്റ്റൻസ് 2 അക്രോസ് ഉണ്ടാവും. സോ നമുക്ക് ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പിനെ V2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2. അതായത് എത്രയാണോ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, ആ വോൾട്ടേജ് V1നും V2നും അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ദി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് സീരീസ് സർക്യൂട്ട്? ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് സീരീസ് സർക്യൂട്ടിൽ സെയിം ആയിട്ട് നിൽക്കുന്നത് എന്ന്. ഓപ്ഷൻ എ കറണ്ട്, ഓപ്ഷൻ ബി വോൾട്ടേജ്, സി പവർ, ഡി റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അല്ലേ? കറണ്ട് വിൽ റിമൈൻസ് ത്രൂ ഔട്ട് ദി സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് എന്തായിട്ട് നിൽക്കും? സെയിം ആയിട്ട് തന്നെ നിൽക്കും. വോൾട്ടേജോ സെയിം അല്ല. അല്ലേ? ഓരോ റെസിസ്റ്റൻസിനും അനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ പവർ, വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേരി ചെയ്യും? പവർ വേരി ചെയ്യും. റെസിസ്റ്റൻസ്, ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടല്ലേ വോൾട്ടേജ് വേരി ചെയ്തു പോകുന്നത്. സോ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? കറണ്ട് മാത്രമേ ഉള്ളൂ. സോ ഫോർ എ സീരീസ് സർക്യൂട്ട് the current will remain same throughout the circuit. Okay. Next question. What is the minimum resistance that can be obtained from combining 3 resistors each of 1/3 ohm? 1/3 ohm ഉള്ള 3 resistors കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം റെസിസ്റ്റൻസ് എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു. മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇത് ഏത് കണക്ഷൻ ആയിരിക്കണം? We know that in a series circuit, the total resistance will be always greater than the highest value resistance. എത്രയാണോ അതിലുള്ള റെസിസ്റ്റൻസ് അതിനേക്കാളും ഹയസ്റ്റ് വാല്യൂവേ ഏത് കണക്ഷനിൽ കിട്ടത്തുള്ളൂ? സീരീസ് കണക്ഷനിൽ കിട്ടത്തുള്ളൂ. പാരലൽ കണക്ഷൻ വരുമ്പോൾ എന്താണ് കേസ്? For a parallel connection, the total resistance will be always less than the minimum resistance present in that circuit. അല്ലെങ്കിൽ എത്രയാണോ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. എവിടെ? പാരലൽ കണക്ഷനിൽ. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? മിനിമം റെസിസ്റ്റൻസ് വേണം എന്നാണ്. അല്ലേ? മിനിമം റെസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് കണക്ഷൻ ആണെങ്കിലേ മിനിമം റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ?
പാരലൽ കണക്ഷൻ ആണെങ്കിലേ കിട്ടത്തുള്ളൂ അല്ലേ. സോ ഹിയർ കണക്ഷൻ എന്താണ്? പാരലൽ കണക്ഷൻ ആണ്. ഇനി എത്ര റെസിസ്റ്റേഴ്സ് ആണ് കമ്പൈൻ ചെയ്തേക്കുന്നത്? 3 റെസിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായി? 3 ആയി. റെസിസ്റ്റൻസ് എത്രയാണ്? 1/3. ഓക്കെ, ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 1/3 ഓം ആണ്. സോ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ടോട്ടൽ ഇസ് ഈക്വൽ ടു R/N അല്ലേ. R ഡിവൈഡഡ് ബൈ N. ആറിൻ്റെ വാല്യൂ ഇവിടെ 1/3 ആണ്, എന്നിൻ്റെ വാല്യൂ 3 ആണ്. സോ ദ ടോട്ടൽ വാല്യൂ ഈസ് 1/9 ഓം. ക്ലിയർ ആണല്ലോ. സോ ഹിയർ ഓപ്ഷൻ 1/3, 1, 3 and 1/9. Here the answer is 1/9 ohm. Correct value. Okay. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? മിനിമം റെസിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ പാരലൽ കണക്ഷൻ ആണെങ്കിലേ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ മാക്സിമം റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ആയിരുന്നേനെ? നമ്മൾ സീരീസ് കണക്ഷൻ നോക്കേണ്ടി വന്നേനെ. അപ്പോൾ സീരീസ് കണക്ഷൻ ആവുമ്പം എന്നിൻ്റെ വാല്യൂ 3, ആറിൻ്റെ വാല്യൂ 1/3. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എന്ത് വന്നേനെ? മാക്സിമം റെസിസ്റ്റൻസ് അല്ലേ. മാക്സിമം റെസിസ്റ്റൻസ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്തിൽ പോയേനെ? സീരീസ് കണക്ഷനിൽ പോയേനെ. ഇപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വന്നേനെ? N × R. That is N is equal to 3 and R is equal to 1/3 and the answer is 1 ohm. Okay. So according to here the question is minimum resistance that can be obtained from combining 3 resistors of 1/3 ohm and here the answer is 1/9 ohm. കാര്യം എന്താ? പാരലൽ കണക്ഷൻ ആണ്. എന്നിൻ്റെ വാല്യൂ 3 റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. റെസിസ്റ്റൻസ് വാല്യൂ 1/3 ആണ്. മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷനിലാണ് നോക്കേണ്ടത്. So the final answer is 1/9 ohm. Now the next question. Here length of wire is halved. Okay, length എത്രയാക്കി? half ആയി. And its cross section, area of cross section is also halved. Then the resistance will be. Question എന്താണ്? ലെങ്ത് ഹാഫ് ആക്കി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഹാഫ് ആക്കി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിട്ടിരിക്കും? ഓക്കെ, നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് വിൽ റിമൈൻസ് അൺചേഞ്ച്ഡ് അല്ലേ. ആൻസർ എന്താണ്? ദ റെസിസ്റ്റൻസ് വിൽ റിമൈൻസ് അൺചേഞ്ച്ഡ്. കാര്യം എന്താണ്? വി നോ ദാറ്റ് ദ ഇക്വേഷൻ R is proportional to L/A. R is proportional to L/A. L എന്താണ്? Length of the conductor. A is the area of cross section of the conductor. അപ്പോൾ ഇത് രണ്ടും ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒരുപോലെ ഹാഫ് ആക്കി എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഹിയർ ദി R is proportional to L/2 divided by A/2 അല്ലേ. ലെങ്ത് ബൈ 2 ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിവൈഡഡ് ബൈ 2. രണ്ടുപേരെയും നമ്മൾ ഹാഫ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? ഇല്ല അല്ലേ. ആദ്യത്തെ റെസിസ്റ്റൻസ് R1 ആണെങ്കിൽ R2 എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു R1 തന്നെയാണ്. കാര്യം ഇൻ എഫക്റ്റ് ഈ ഡിവൈഡഡ് ബൈ 2 വിൽ ബി ക്യാൻസൽഡ് വിത്ത് ഈച്ച് അതർ. ആൻഡ് ഹിയർ ദി ഫൈനൽ ആൻസർ ഈസ് remains unchanged. The new resistance will be remains unchanged. Okay. അപ്പോൾ റെസിസ്റ്റൻസിന് യാതൊരുവിധ വ്യത്യാസവും സംഭവിക്കത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total resistance of the circuit when a short is placed across the combination of 2 resistors each of 5 ohm connected in series. അതായത് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 റെസിസ്റ്റേഴ്സും 5 ഓമിലാണ് ഉള്ളത്. അതായത് 5 ഓം റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള 2 റെസിസ്റ്റേഴ്സിനെ ഞാൻ എന്താക്കി കണക്ട് ചെയ്തു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് there is a short placed between the combination. ഈ കോമ്പിനേഷൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഷോർട്ട് ഉണ്ടായി. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? The current will be
high value and the voltage will be 0. അല്ലേ? വോൾട്ടേജ് 0 ആയി പോകും. അപ്പോൾ വോൾട്ടേജ് 0 ആയി കഴിഞ്ഞാൽ ദി ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായി മാറും? കറണ്ട് ഹയർ വാല്യൂ ആണ്. അപ്പോൾ ഹയർ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് ഷുഡ് ബി എ ലോ വാല്യൂ, അല്ലേ? റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോ വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഹിയർ ദ റെസിസ്റ്റൻസ് ഈസ് 0. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു ഷോർട്ട് സർക്യൂട്ട് ഒരു സീരീസ് കണക്ഷൻ ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ ദി ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി 0. ഓക്കെ.